ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ പെരുമാറ്റത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ഓപ്പോസിറ്റ് നിൽക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോവില്ല. അതല്ലെങ്കിൽ അവർ വേറൊരു ഓപ്ഷൻ അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് വേറൊരു വ്യക്തി വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തി ഉണ്ടായിരിക്കില്ല. കാരണം ഏതൊരു വ്യക്തിയും ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഇനി പറയാൻ പോകുന്ന ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ റിലേഷൻഷിപ്പ് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഒന്നാമതായി വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു ഫീൽ ഗുഡ്. നല്ലതാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മൾ ചില ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നാറില്ലേ, എന്ത് ടെൻഷൻ ആണെങ്കിലും ആ വ്യക്തിയോട് ഒരു 2 മിനിറ്റ്സ് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. ഒരുപക്ഷെ എനിക്ക് ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ ആ സമയത്ത് ഞാൻ ഫണ്ണാണ്, ഞാൻ ഹാപ്പിയാണ്, എല്ലാ ഇഷ്യൂസും മറന്ന് ഞാൻ ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാറുണ്ട്. ഇതുപോലെ നിങ്ങൾക്കൊരു ഗുഡ് ഫീലിംഗ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ. ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അത് ഇനി ഏത് ലവ് റിലേഷൻഷിപ്പ് വേണം തന്നെ ഇല്ല, ഒരു ബെസ്റ്റ് ഫ്രണ്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് തന്നെ എടുക്കൂ. എന്നിരുന്നാൽ പോലും ആ ഒരു ഗുഡ് ഫീലിംഗ് കൊടുക്കുന്ന വ്യക്തികളെയാണ് എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫുമായിട്ട് എപ്പോഴും ചേർത്ത് നിർത്തുന്നത് ഇത്തരത്തിൽ ഗുഡ് ഫീൽ തരുന്ന ആളുകളാണ്. സോ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയി കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾ ഒരിക്കലും മിസ്സാക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിഹേവിയറിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്. അതായത് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഗുഡ് ഫീൽ നൽകാൻ സാധിക്കണം എന്നുള്ളതാണ്. ഈ ഗുഡ് ഫീൽ തരാൻ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അത്രത്തോളം ഫണ്ണായിട്ടുള്ള ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഹ്യൂമർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനോ ചെയ്യാനോ അറിയില്ല എന്ന് വിചാരിക്കുക. ഒരു ഫണ്ണായിട്ടുള്ള മൊമെന്റ് എല്ലായ്പ്പോഴും ക്രിയേറ്റ് ചെയ്യണം എന്ന് ഇതിനർത്ഥമില്ല. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് ഗുഡ് ഫീൽ നൽകാൻ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, എപ്പോഴും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അവരുടെ പോസിറ്റീവിലേക്കും അതുപോലെ തന്നെ ലിമിറ്റേഷൻസിലേക്കും നിങ്ങൾക്ക് ഒരുപോലെ നോക്കാൻ സാധിക്കണം. എപ്പോഴും അവരുടെ ലിമിറ്റേഷൻസിലേക്ക് മാത്രമാണ് നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ അത് മാത്രമാണ് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത് എന്നുണ്ടെങ്കിലൊക്കെയാണ് ഈ ഗുഡ് ഫീലിംഗ് കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ജെന്യൂൻ ആയി നിന്നുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവും ഒരുപോലെ പറയുകയും അതുപോലെ തന്നെ ഓവർ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. ഒരു വ്യക്തി എങ്ങനെയാണോ ആ വ്യക്തി അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനും ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂസ്, ഫീഡ്ബാക്കുകളൊക്കെ കൊടുക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗുഡ് ഫീലിംഗ് നൽകുന്ന ഒരു വ്യക്തിയായി മാറാൻ സാധിക്കും. സോ ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടോ എന്നുള്ളത്. ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളാണ് ലവ്, എനർജി, ടൈം എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളും ഹെൽത്തി ആയ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്തി റേഷ്യോയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നതിനേക്കാൾ കൂടുതലായിരിക്കും ഒരു പക്ഷേ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെ? ഹെൽത്തി ടൈമാണ് എല്ലാ ആളുകളും, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ടൈം എന്നൊക്കെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ കിട്ടും. അതായത് ആ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതിന്റെ. സോ റിലേഷൻഷിപ്പ് എല്ലാ ആളുകളും വാല്യൂ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ആ വ്യക്തി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ലേ എത്രത്തോളം എഫേർട്ടാണ് ആ വ്യക്തി എടുക്കുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്നുള്ളത്, അല്ലെ? ഈ രീതിയിലുള്ള ഒരു കാര്യം നമുക്ക് നമ്മുടെ ചുറ്റും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആ റിലേഷൻഷിപ്പിനെ വാല്യൂ ചെയ്യും, തീർച്ചയായും ചേർത്ത് പിടിക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു അപ്രീസിയേഷൻ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് കൃത്യമായ പരിഗണന നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ കേസ് മാത്രമല്ല, ഒരു റിലേഷൻഷിപ്പിൽ 2 വ്യക്തികളുടെ കൂടിയിട്ടാണ് പറയുന്നത്.
അതായത് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു അപ്രീസിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ചെയ്തു തന്നതിന് നമുക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ അത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നോ, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അവർക്ക് ഒരു റിവാർഡ് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഒരു ബെസ്റ്റ് ബിഹേവിയർ എന്ന് പറയുന്നത്. കാരണം നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അവർക്കത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയി, അല്ലെങ്കിൽ അവരത് എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, അവർക്ക് എന്ത് ഫീലിംഗ് ആണുള്ളത് എന്നുള്ളത് അറിയാൻ തീർച്ചയായും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് അതിൽ നിന്നും തോന്നിയിട്ടുള്ള ഒരു ഫീലിംഗ് അത് അവരോട് പ്രകടമാക്കുക എന്നുള്ളതാണ്. അത് അവരെ അറിയിക്കുക. തീർച്ചയായും അവർ ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ ഹെൽത്തി ആയി അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന 3 പവർഫുൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. ഒരു പക്ഷേ പല പ്രശ്നങ്ങളും നമുക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ കൂടി ഒഴിവാക്കാൻ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ 3 ബിഹേവിയർ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളിൽ ഈ 3 ബിഹേവിയർ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.